ഹലോ, മദ്യപാനത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുമോ? പലപ്പോഴും പല ക്ലയൻസും അവരുടെ കുടുംബാംഗങ്ങളും ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ സംശയമുള്ളവർ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക. ഒരു വ്യക്തി തൻ്റെ മദ്യപാനം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചതിന് ശേഷം ആ വ്യക്തിക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. പ്രധാനമായും ഈ വിഡ്രോവൽ സിംറ്റംസിനെ 4 സ്റ്റേജുകളായിട്ട് തിരിക്കാം: മൈനർ, മേജർ, സീഷ്വർ ആൻഡ് DTs. മൈനർ വിഡ്രോവൽ സിംറ്റംസ് ഒരു വ്യക്തി തൻ്റെ ലാസ്റ്റ് ഡ്രിങ്കിന് ശേഷം അല്ലെങ്കിൽ 1 മണിക്കൂറിനും 12 മണിക്കൂറിനും ഇടയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതയാണ് മൈനർ സിംറ്റംസ്. പ്രധാനമായും ശക്തമായും തലവേദന ഉണ്ടാകുക, ആങ്സൈറ്റി അല്ലെങ്കിൽ ആകുലത, കൈകാലുകൾ വിറയ്ക്കുക, ദേഷ്യം, ഇവയെല്ലാം തന്നെ മൈനർ വിഡ്രോവൽ സിംറ്റംസിൽ പെടുന്നു. രണ്ടാമതായിട്ട് മേജർ വിഡ്രോവൽ സിംറ്റംസ്. ഈ സ്റ്റേജിൽ ഉണ്ടാകുക ഹാലൂസിനേഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ഫോൾസ് പെർസെപ്ഷൻ വിച്ച് ഇസ് നോട്ട് ദെയർ, ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്നുള്ള തോന്നൽ. പ്രധാനമായും 3 ടൈപ്സ് ഓഫ് ഹാലൂസിനേഷനാണ് ഈ മേജർ സിംറ്റംസിൽ പെടുന്നത്: ഓഡിറ്ററി ഹാലൂസിനേഷൻ, വിഷ്വൽ ഹാലൂസിനേഷൻ ആൻഡ് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത ചില ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ചെവിയിൽ ആരൊക്കെയോ മന്ത്രിക്കുന്നു, ആരൊക്കെയോ സംസാരിക്കുന്നു, ചെവിയിൽ എന്തൊക്കെയോ മൂളുന്നു എന്നുള്ള ഒരു തോന്നലാണ് പ്രധാനമായും ഉണ്ടാകുക. രണ്ടാമതായിട്ട് വിഷ്വൽ ഹാലൂസിനേഷൻ, അതായത് ഇല്ലാത്ത ചില കാഴ്ചകൾ കാണുന്നു എന്നുള്ള തോന്നൽ, പ്രത്യേകിച്ച് ഭിത്തിയിലൂടെ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കൾ ഇഴഞ്ഞ് നീങ്ങുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് ടാക്ടൈൽ ഹാലൂസിനേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ മുകളിലൂടെയോ സ്കിന്നിൻ്റെ ഉള്ളിലൂടെയോ എന്തൊക്കെയോ ഇഴജീവികൾ, ഇഴജന്തുക്കൾ ഇഴഞ്ഞു പോകുന്ന പോലെയുള്ള തോന്നൽ, പ്രത്യേകിച്ച് പാമ്പ്, തേള്, എട്ടുകാലി, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു പോകുന്നു എന്നുള്ള ചിന്ത ഈ ടാക്ടൈൽ ഹാലൂസിനേഷനുള്ള ഒരു വ്യക്തിക്കുണ്ടാകാം. മൂന്നാമതായിട്ട് സീഷ്വർ, അതായത് നമ്മുടെ തലച്ചോറിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിന് വരുന്ന ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ സീഷ്വർ അല്ലെങ്കിൽ അപസ്മാരം. ഒരുപക്ഷെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവിൽ വരുന്ന വേരിയേഷൻ, നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനുണ്ടാകുന്ന ഇംബാലൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്രെയിൻ ഇഞ്ചുറികളെല്ലാം ഈ സീഷ്വർ, ഈ അപസ്മാരം, ഫിക്സ്, എപ്പിലെപ്സി തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിക്കാം. നാലാമത്തെ സ്റ്റേജാണ് DTs അല്ലെങ്കിൽ ഡെലീറിയം ട്രെമൻസ് എന്ന് പറയുന്നത്. ഇതൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണ്. ഈ വ്യക്തിക്ക് താൻ ആരാണോ, എന്താണോ, എവിടെ നിന്നാണോ വരുന്നതെന്നൊന്നും ഒരുപക്ഷെ ഓർമ്മ ആ സമയത്ത് കാണില്ല. ശക്തമായ ബോഡി ടെമ്പറേച്ചർ ഈ അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ച് ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും ഈ ഒരു ക്ലയൻറ്റ് പലപ്പോഴും കാണപ്പെടുക. വേറൊരു പ്രത്യേകതയാണ് റെസ്റ്റ്ലെസ്നെസ്. ഈ വ്യക്തിക്ക് ശാന്തമായി ഉറങ്ങുവാൻ സാധിക്കത്തില്ല. എപ്പോഴും ഇങ്ങനൊരു വാണ്ടറിങ് നേച്ചർ ഈ വ്യക്തിക്ക് കാണും. ശരീരം ഭയങ്കരമായി വീക്കായിരിക്കും. അങ്ങനെ 3 ദിവസത്തിൽ കൂടുതലൊക്കെ മാറാൻ നിൽക്കുന്ന DT ഒരുപക്ഷെ മരണത്തിന് വരെ കാരണമാകാവുന്നതാണ്. അതുകൊണ്ട് ഈ വിഡ്രോവൽസിൽ ഏറ്റവും പേടിക്കേണ്ട ഹയസ്റ്റ് വിഡ്രോവലാണ് ഈ DTs എന്ന് പറയുന്നത്. പലപ്പോഴും പല പേഷ്യൻസും ഇവിടെ വരുമ്പോൾ ഈ 4 വിഡ്രോവൽ സിംറ്റംസും അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കാണുന്ന ഫാമിലി മെമ്പേഴ്സ് അവർക്ക് ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ പലപ്പോഴും പേടിക്കാറുണ്ട്. ഒരിക്കലും അത് ഭ്രാന്തല്ല, ഇത് വിഡ്രോവൽ സിംറ്റംസ് ആണ്. മദ്യപാനം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളാണ്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ മദ്യപാനം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നിങ്ങളുടെ വിഡ്രോവൽ സിംറ്റംസ് മാറുന്നില്ല, അത് ഹൈ അവസ്ഥയിൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ട് വളരെ ആവശ്യമാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.